ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പുകാലം 6-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ 1-ാമത്തെ വായന നിയമാവർത്തനം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പോലെ ഈ കാലഘട്ടത്തിലൊക്കെ വായിച്ചു തന്നെയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത്, കർത്താവ് ഇവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ ഏതാണ്ട് എത്താറായി. ആ സമയത്ത് യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് മോവാബ് എന്ന് പറയുന്നൊരു താഴ്വരയുണ്ട്. അവിടെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മോശ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ പേരിങ്ങനെ ജീവിക്കുക, അവർ നിലനിൽക്കും. നമുക്കറിയാം, ദേ എക്സിസ്റ്റ്, ദേ ഡോണ്ട് ലീവ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചുകൂടെ അത് വ്യക്തമാകും. നമ്മൾ കേവലം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതും ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറുതെ ഇങ്ങനെ ഒരു ജന്മം എന്തിനാണെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദൈവ ചൈതന്യമുള്ളവരായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും ദൈവം കൊടുത്ത വലിയൊരു വരമാണ്. ഈ ഭൂമിയിലെ ജനങ്ങൾ എണ്ണത്തിൽ വർദ്ധിക്കണം. ദൈവത്തിൻ്റെ ജനം എണ്ണത്തിൽ വർദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, 2-3 വാക്യങ്ങൾ, നിങ്ങൾ ഈ ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കണം, അതുപോലെ വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമായിട്ടാണല്ലോ ഞാനവനെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ഈ ലോകത്തെ ഭരിക്കുകയും വിധികൾ പ്രസ്താവിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ വേണം. നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത് എന്ന് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽക്കാരോട് പറയുന്നൊരു ഭാഗമുണ്ട്. യിരെമ്യാ 29:4 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയും, നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്. അതുപോലെ ആദ്യത്തെ ഹവ്വായൊക്കെ ഭൂമിയിലാക്കിയിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ ഭൂമിയെ കീഴ്പ്പെടുത്തണം. അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ വർദ്ധിച്ച് വലുതാകണം, നിറയണം. അങ്ങനെ നിങ്ങൾ ജീവിക്കാനും എണ്ണത്തിൽ വർദ്ധിക്കാനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്താനും. കർത്താവ് തേനും പാലും ഒഴുകുന്ന നല്ല ഫലഭൂയിഷ്ടമായൊരു ദേശമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവിടെ പ്രവേശിച്ച് അവകാശപ്പെടുത്താൻ വേണ്ടി എന്ത് വേണം? ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവം പറയുന്ന ആ കാര്യങ്ങൾ അനുസരിച്ച് അതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നിങ്ങൾ വർദ്ധിക്കുകയുള്ളൂ, നിങ്ങൾ ജീവിച്ചിരിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ കാനാൻ ദേശത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുകയുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അതാണ് നമ്മൾ പറയാറില്ലേ, തലമറന്ന് എണ്ണ തേക്കരുത് എന്ന്. നമ്മൾ വന്ന വഴി മറന്നു പോകരുത്. ഒരുപക്ഷെ നമ്മൾ ഈ മലബാറിലൊക്കെ കുടിയേറിയപ്പോൾ ഒന്നുമില്ലായിരുന്നിരിക്കാം, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ സമ്പത്തില്ല. ഇന്ന് നമുക്ക് ഒരുപാട് ദൈവം തന്നു. ആ വന്ന വഴികൾ നമ്മൾ മറക്കാതിരിക്കണം. മറ്റുള്ളവരെ നമ്മൾ ഓർക്കണം. ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. അങ്ങനെ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ വാചകമാണ് കർത്താവ് ഉദ്ധരിക്കുന്നത്. എപ്പോൾ? ഈ 40 ദിവസം ഉപവസിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പിശാച് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, കല്ലുകളോട് അപ്പമാകാൻ പറയുക. അങ്ങനെ നീ അത്ഭുതം പ്രകടിപ്പിച്ച് വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് ആളുകൾ മനസ്സിലാക്കിക്കൊള്ളും. കാരണം അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും രക്ഷകൻ വരുമ്പോൾ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, അങ്ങനെയല്ല, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്കിനെ നമ്മൾ തിന്നുന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. ഈ വാക്ക് നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സുന്ദരമായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനമുള്ളതായിത്തീരുന്നു. നമ്മളെന്തുമാത്രം തിന്നാലും സമാധാനമില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? വീട്ടിൽ നമുക്കറിയാം, സമാധാനമുണ്ടെങ്കിൽ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളതെല്ലാവരും കൂടി സ്നേഹത്തോടെ പങ്കുവയ്ക്കുമ്പോൾ ആ ജീവിതം വളരെ സുന്ദരമായി തീരും. ഞാനൊരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോഴിങ്ങനെ ഒരു
ഒരു ധർമ്മക്കാരായ ഒരു സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയും കാര്യം. അവിടെയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിലാണ്. ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ പറഞ്ഞതാണ്, ധ്യാനം നടക്കുന്ന അവസരമാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ. അപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീയും പുരുഷനും, ധർമ്മക്കാരാണ്, കണ്ടറിയുക, അവർ ഭിക്ഷയാഴ്ച നടക്കുന്നവരാണ്, അവർക്ക് കിടക്കാൻ ഒരിടവുമില്ല, എങ്കിലും അവർ ധ്യാനമൊക്കെ കൂടുന്നുണ്ട്. വൈകുന്നേരം അവർ എവിടെയോ അവരുടെ ഭാണ്ഡക്കെട്ടൊക്കെ എടുത്ത് പോയി, മിക്കവാറും വലിയ ബസ് സ്റ്റോപ്പിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഈ രാവിലെ ഒരു ദിവസം ഇവർ എഴുന്നേറ്റിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ധ്യാന സ്ഥലത്ത് വന്നിട്ട് രണ്ടുപേരും കൂടി അവരുടെ സഞ്ചിയിൽ നിന്ന് ചെറിയൊരു പൊതിക്കെട്ട് അഴിക്കുകയാണ്. അതിനകത്തൊരു 2-3 ബ്രെഡിൻ്റെ കഷ്ണമുണ്ട്. തലേ ദിവസം കിട്ടിയ ബ്രെഡോ മറ്റേ ആയിരിക്കണം ധ്യാന കേന്ദ്രത്തിൽ നിന്ന്. ഇവർ രണ്ടുപേരും കൂടി കുറച്ച് വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം ആ പൊതിയിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കഴിക്കുകയാണ്, സ്നേഹത്തോടു കൂടിയിട്ട്. വാസ്തവത്തിൽ അത് എന്തൊരു സുന്ദരമായ ജീവിതമാണ്. ഒരുപക്ഷെ നമ്മുടെ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ പോലും കാണാത്ത ഒന്നല്ലേ അത്. അവർ ഒന്നുമില്ലാത്തവർ, കിടക്കാൻ ഒരിടമില്ലാത്തവർ, ഉടുക്കാൻ കാര്യമായ തുണിയില്ലാത്തവർ, ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ലാത്തവർ, എപ്പോഴോ കിട്ടിയ 2 ഉണക്ക കഷ്ണം ബ്രെഡിൻ്റെ 2 കഷ്ണം അത് രണ്ടുപേരും കൂടി പങ്കുവെച്ച് സ്നേഹത്തോടു കൂടി തിന്നുന്ന കാര്യം. അതിൽ ഈ സ്ത്രീ എടുത്തൊരു കഷ്ണം ഭർത്താവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എത്രയോ മനോഹരമായൊരു ചിത്രമാണിത്. ആ ധ്യാനത്തിന് വന്ന പലരെയും കാൾ എത്രയോ നന്നായിട്ട് ജീവിക്കുന്നവരായിരുന്നു അവരെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത് എന്താണ്? നിങ്ങളെങ്ങനെ മരുഭൂമിയിലൂടെ 40 സംവത്സരങ്ങൾ നടന്നപ്പോൾ നിങ്ങളുടെ ചെരുപ്പൊന്നും തേഞ്ഞു പോയില്ലല്ലോ, നിങ്ങളുടെ ഉടുപ്പൊന്നും പഴകിപ്പോയില്ലല്ലോ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വന്നില്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം? അത് പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ നിങ്ങൾ ഗ്രഹിക്കുവിൻ. നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കും. പ്രത്യേകത നമുക്ക് ശിക്ഷണം ആവശ്യമുള്ളത് കൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കും. ശിക്ഷ കൊടുക്കണമെന്നല്ല, ശിക്ഷണം കൊടുക്കണം. പലപ്പോഴും നമുക്കിന്ന് പറ്റുന്ന എന്താണ്? ഈ ശിക്ഷണമില്ലാതെ പോകുന്നത് കൊണ്ട് സ്വന്തം വഴിയിലൂടെ അവർ നടക്കും, വഴിതെറ്റിപ്പോകുന്നു. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഗ്രഹിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കണം. അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിച്ചും കൊള്ളുവിൻ. എന്തെന്നാൽ പിന്നെ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കിങ്ങനെ വളരെ സമൃദ്ധമായൊരു ദേശം നൽകാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി നിങ്ങൾ ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. ഇതാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത്. നമുക്ക് ദൈവം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഇല്ലാത്തതിനെക്കുറിച്ച് എപ്പോഴും പരാതി. പക്ഷെ നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് നന്ദി പറയാനൊരിട വരട്ടെ. ഈ നോമ്പ് കാലത്ത് നമുക്ക് അങ്ങനെ നന്ദിയില്ലായ്മയെ കളഞ്ഞ് നന്ദിയുള്ളവരാകാൻ ദൈവത്തോട്. രണ്ടാമത്തെ വായന 1 പത്രോസ് 4, 12, 19 വാക്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. മിശിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. മിശിഹായുടെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയായി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ നടപടി പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാർ കാരാഗ്രഹത്തിലൊക്കെ പിടിക്കപ്പെട്ടിടുന്നു, അടികൊള്ളുന്നു. എന്തിന്? ഈശോയെ പ്രസംഗിച്ചതിന്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈശോയെ പ്രതി സഹിക്കാനായിട്ട് സാധിച്ചതിൽ സന്തോഷത്തോടെ ആനന്ദിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയെന്നാണ് വചനം പറയുന്നത്. ഈ ക്രിസ്ത്യാനിക്കുള്ളൊരു പ്രത്യേകത എന്താണ്? തല്ലുകൊണ്ടാലും ആനന്ദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനെ പ്രതി തല്ലുകൊള്ളുക, അതായത് കർത്താവിനെ പ്രതി തല്ലുകൊള്ളുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. അങ്ങനെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ, അതാണല്ലോ ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഉപദ്രവം കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കണം. കാരണം അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ ആ പാടുപീടുകളിൽ പങ്കുപറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ചെറിയൊരു കാര്യം ചെയ്തു, നമുക്ക് വലിയ പുകഴ്ച കിട്ടിയെന്ന് വരും. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ പുകഴ്ത്തിയവർ തന്നെ തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് നമ്മളെ ദുഷിച്ചും പറയും. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. നന്മ ചെയ്താൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന എന്താണ്? ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാനാണ് പറയുന്നത്. കാരണം നമ്മൾ നന്മ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണിത്.
മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ മാങ്ങയുള്ള മാവേൽ ഏറ് കിട്ടുകയുള്ളൂ. നല്ല മാങ്ങ പഴുത്ത് കിടക്കുന്ന മാവേൽ പിള്ളേർ വന്ന് എറിഞ്ഞ് ചാടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ നന്മയുള്ളിടത്താണ് പലപ്പോഴും ഏറുകളൊക്കെ വരിക. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യം സംഭവിച്ചെന്ന് ഓർത്ത് വിലപിക്കുകയോ ചെയ്യരുത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന. അവിടെ പീഡാസഹനത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ പീഡാസഹനം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവരവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുകയും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ഈ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസ് പറയുന്ന കാര്യം എന്താണ്? കർത്താവെ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം എന്താണ്? ഈ പത്രോസും കൂട്ടരുമൊക്കെ ഈശോയുടെ കൂടെ കൂടുതൽ എന്തിനാണ്? അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. പലപ്പോഴും അവർ പറയുന്നുണ്ട്, നീ ആ രാജ്യത്ത്, നമുക്കറിയാമല്ലോ, പത്രോസ് മർക്കോസിൻ്റെയും മത്തായിയുടെയൊക്കെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നീ ആ രാജ്യത്തിൽ വാഴുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇടതും വലത്തും, യാക്കോബ് യോഹന്നാൻ പറയുന്നതല്ലേ, ഇടതും വലത്തും മന്ത്രിമാരായിട്ടിരിക്കണം. അതിനൊക്കെ അവർ വന്നിരിക്കുന്നു. അല്ലാതെ അവർ വന്നിരിക്കുന്ന പീഡ സഹിക്കാനോ മരിക്കാനോ കുരിശിൽ കയറാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അവർ വലിയൊരു സാമ്രാജ്യം ഈശോ സ്ഥാപിക്കും, അതിൽ പ്രധാന സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നീ ഇങ്ങനെ മരിക്കും, നിന്നെ തല്ലും കൊല്ലും എന്നൊന്നും നീ പറഞ്ഞ് വെറുതെ ചുമ്മാ മനസ്സ് പുണ്ണാക്കരുത്. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ ഈ ഉദ്ദേശമൊന്നും സാധ്യതമാകുകയില്ല. അപ്പോഴാണ് ഈശോ അവനോട് പറയുന്നത്, സാത്താനെ പുറകോട്ട് പോകും. നീ എനിക്ക് ഉതപ്പാണ്. നിൻ്റെ ചിന്ത ദൈവികമല്ലത് മാനുഷികമാണ്. യഥാർത്ഥത്തിൽ ദൈവിക ചിന്തയെന്ന് പറയുന്നത് എന്താണ്? അത് കർത്താവിൻ്റെ ചിന്തയാണ്. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് മരിച്ച് തൻ്റെ രക്തം അവർക്ക് കുടിക്കാൻ കൊടുത്ത് അങ്ങനെ ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ജീവനുമായിട്ട് ഒന്നാക്കി തീർക്കാനാണ് വന്നിരിക്കുന്നത്. അതിന് നീ തടസ്സം പറഞ്ഞാൽ എങ്ങനെയാ? എൻ്റെ ഈ ദൗത്യം നടക്കുമോ? അതുകൊണ്ട് നിൻ്റെ ചിന്ത ദൈവികമല്ല. ഇന്ന് നമുക്കറിയാം, നമ്മൾ ക്രൈസ്തവർക്ക് പോലും നമ്മുടെ ചിന്ത പലപ്പോഴും ദൈവികമല്ല. കാരണം എന്താണ്? നമ്മൾ വളരെ മാനുഷികമായിട്ട് ചിന്തിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണ്. നമ്മളെ പലതും ബോധ്യപ്പെടുത്തുന്ന അങ്ങനെയാണ്. നമ്മുടെ ടെലിവിഷനുകളാണെങ്കിലും നമ്മുടെ പത്രങ്ങളാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളെല്ലാം, സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഈ രീതിയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. നമ്മളെന്തെങ്കിലും ഇപ്രകാരം പീഡകളൊക്കെ സഹിക്കേണ്ടി വന്നാൽ അതെല്ലാം വലിയ അപമാനമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെന്തോ വലിയ തിന്മ ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുക. അതുകൊണ്ട് നമുക്കെപ്പോഴും നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. വാസ്തവത്തിൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടാൽ എപ്പോഴും നമ്മൾ പീഡനം ഏൽക്കേണ്ടി വരും എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഓർക്കണം, കേവലം നമുക്ക് ഒരു ഭക്ഷണപാനീയ വർജനത്തിലൂടെ ചെറിയൊരു വിഷമം അതല്ല നമ്മുടെ നോമ്പെന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കടക്കണം. അതൊരു മനോഭാവമായിട്ട് മാറണം. ഈശോയുടെ ജീവിതമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയണം. ആ ജീവിതത്തിലൂടെ ഈശോ ചെയ്തതുപോലെ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട്, ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി മാറ്റാനായിട്ടൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.